നമസ്കാരം. നിലപാട് വ്യക്തമാക്കി PV അൻവർ. UDF-ലേക്കില്ല, മത്സരിക്കാനുമില്ല. UDF-ലെ ചിലർക്ക് ഗൂഢലക്ഷ്യമോ? സ്വീകരിക്കേണ്ടവർ സ്വീകരിക്കുന്നുമില്ല. VD സതീഷിനെതിരെ വാക്കുകൾ കൊണ്ട് അമ്പെയ്ത് PV അൻവർ. മല പോലെ വരുമെന്ന് കരുതിയത് എലി പോലെ പോയോ? ഈ മണിക്കൂർ വരെയുള്ള സമഗ്രമായ വാർത്തകളുമായി ഉച്ചവാർത്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. പിന്നെ ഞാനിനി അതിലേക്കില്ല, ഞങ്ങളോട് പറയാം. ഞാൻ ആ ഒരു സംവിധാനത്തിലേക്ക് വിശ്വാസ വഞ്ചന അദ്ദേഹം ഈ പൊസിഷനിലിരുന്ന് ഈ കാര്യങ്ങൾ നയിക്കുമ്പോൾ ഞാൻ അതിലേക്കില്ല. UDF-മായി ഉടക്കി PV അൻവർ. സതീശൻ നയിക്കുന്ന UDF-ലേക്കില്ലെന്നും നിലമ്പൂരിൽ മത്സരിക്കില്ലെന്നും അൻവർ. ഘടകകക്ഷിയാക്കാൻ സമ്മതിക്കാത്തത് VD സതീശൻ. ഒരു നേതാവും ഇനി വിളിക്കേണ്ടെന്നും അൻവർ. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തത് പണമില്ലാത്തത് കൊണ്ടെന്നും വിശദീകരണം. നിലമ്പൂരിൽ പോര് കനക്കും. പ്രചാരണത്തിന് തുടക്കം കുറിച്ച് M സ്വരാജിന്റെ റോഡ് ഷോ. സർക്കാരിന്റെ വിലയിരുത്തലാകും തെരഞ്ഞെടുപ്പെന്ന് M സ്വരാജ്. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ഉടൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. സംസ്ഥാനത്ത് മഴക്കെടുതി തുടരുന്നു. ഇന്ന് 3 മരണം. 1000-ഓളം പേരെ ഇന്നും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. അപ്പർ കുട്ടനാട്ടിലെ വിവിധ പഞ്ചായത്തുകൾ വെള്ളത്തിൽ. വിഴിഞ്ഞത്തു നിന്നും പോയ മത്സ്യബന്ധന ബോട്ടുകളിൽ ഒരെണ്ണം കണ്ടെത്തി. അടുത്ത 5 ദിവസത്തേക്ക് മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഇന്ന് ഓപ്പറേഷൻ ഷീൽഡ് മോക്ക് ഡ്രിൽ. ജമ്മു കശ്മീർ, പഞ്ചാബ്, ഗുജറാത്ത്, ഹരിയാന, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിൽ മോക്ക് ഡ്രിൽ വൈകിട്ട് 5-ന്. ബ്ലാക്ക് ഔട്ടുകളും അപായ സൈറണുകളും നടത്തും. യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീട പോരാട്ടം ഇന്ന്. PSG-യും ഇന്റർ മിലാനും നേർക്കുനേർ. മത്സരം രാത്രി 12:30-ക്ക്. IPL-ൽ മുംബൈ പഞ്ചാബ് 2ാം ക്വാളിഫയർ നാളെ. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം ഉച്ചവാർത്ത പോകുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവർ നിലപാട് പ്രഖ്യാപിച്ചു. പ്രതിപക്ഷ നേതാവ് ചെയർമാനായിരിക്കുന്ന UDF-ലേക്കില്ലെന്ന് PV അൻവർ. തൽക്കാലം നിലമ്പൂരിൽ മത്സരിക്കാനില്ലെന്നും അദ്ദേഹം മലപ്പുറത്ത് വ്യക്തമാക്കി. തന്റെ UDF പ്രവേശനത്തിന് തടസ്സം നിന്നത് VD സതീശനാണെന്നും അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചാണ് പ്രതിപക്ഷ നേതാവ് പോകുന്നതെന്നും അൻവർ കുറ്റപ്പെടുത്തി. പിണറായി സത്തിന്റെ ഏറ്റവും വലിയ വക്താവാണ് M സ്വരാജ് എന്ന വിമർശനവും അൻവർ ഉയർത്തി. ദിവസങ്ങൾ നീണ്ട കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ടാണ് നിലമ്പൂരിൽ തന്റെ രാഷ്ട്രീയ നിലപാട് PV അൻവർ പങ്കുവച്ചത്. പ്രതിപക്ഷ നേതാവ് VD സതീഷിനെതിരെ ഇന്നും കടുത്ത വിമർശനം ഉയർത്തിയ PV അൻവർ ഇനി UDF-ലേക്ക് ഇല്ല എന്ന് പറഞ്ഞു. തന്റെ മുന്നണി പ്രവേശനത്തിന് തടസ്സം നിന്നത് പ്രതിപക്ഷ നേതാവാണ്. അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചാണ് പ്രതിപക്ഷ നേതാവ് പോകുന്നത്. തന്റെ പിന്തുണയില്ലാതെ നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥി വിജയിക്കില്ലെന്നും അൻവർ വ്യക്തമാക്കി. കൊല വിളിക്കാനാണ് തീരുമാനം, മനസ്സിലായില്ലേ? ഒരൊറ്റ വ്യക്തിയാണ്, ഒരൊറ്റ വ്യക്തി, അല്ലാതെ UDF-ന്റെ ഒരു നേതാക്കന്മാർക്കും ഇതിലില്ല. ഈ പിണറായിസം തുടങ്ങി വെച്ചത് PV അൻവറാണ്. അദ്ദേഹം രാജിവെച്ചത് കൊണ്ടാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് വന്നത് എന്ന് ബഹുമാനപ്പെട്ട KC എയർപോർട്ടിൽ പറഞ്ഞ് ഞങ്ങൾ കേട്ടാണല്ലോ. അതൊന്നും മൂപ്പര് അംഗീകരിക്കില്ല. അപ്പോൾ ഞാൻ ഈ പോരാട്ടം ജനങ്ങളുടെ മുന്നിൽ തുടരും. കോടികളുടെ കുത്തൊഴുക്കായിരിക്കും നിലമ്പൂരിൽ ഇനി കാണാൻ പോകുന്നത്. സാമ്പത്തികമായി മുന്നണികളോടും മത്സരിക്കാൻ തനിക്കിപ്പോൾ ശേഷിയില്ല. അതുകൊണ്ട് തന്നെ മത്സര രംഗത്ത് നിന്ന് തൽക്കാലം പിന്മാറുകയാണ്. ഞാൻ മത്സരിക്കുന്നതാണ് അവൾക്ക് പേടി. ഞാൻ മത്സരിക്കുന്നില്ല. മത്സരിക്കണമെങ്കിൽ പൈസ എത്ര വേണം? എൻ്റെ കയ്യിലൊരു ചുക്കില്ല. പിണറായിനെതിരെ നിലപാടെടുത്താണ് താൻ മുന്നണി വിട്ടത്. എന്നാൽ ആ തന്നെ പരാജയപ്പെടുത്താനാണ് ചിലർ ശ്രമിക്കുന്നത്. മറ്റു ചില ഏർപ്പാടുകളുള്ള UDF-ലെ ആളുകളാണ് തന്റെ മുന്നണി പ്രവേശനം തടയുന്നതെന്നും അൻവർ ആരോപിക്കുന്നു. ജയസാധ്യതയുള്ള സീറ്റ് വേണമെന്ന് കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടിരുന്നു. നിലമ്പൂരിന് പകരം സീറ്റ് തരാമെന്ന് ലീഗ് പറഞ്ഞു. എന്നാൽ തനിക്ക് സീറ്റ് തരേണ്ടത് കോൺഗ്രസ് ആണ്. അതേസമയം സംസ്ഥാനത്തെ പിണറായിസത്തിന്റെ ഏറ്റവും വലിയ വക്താവാണ് സ്വരാജ് എന്നും അൻവർ കുറ്റപ്പെടുത്തി. എനിക്കൊരു സീറ്റ് പറ, ഒറ്റ സീറ്റ്, ബാക്കിയൊക്കെ വിട്. മറ്റേ ഘടകകക്ഷി വിട്, അസോസിയേറ്റ് എങ്കിൽ അസോസിയേറ്റ്. ഞാനത് സമ്മതിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ കേട്ടോ.
ഞാൻ അതിന് മൂളാനല്ല പറഞ്ഞത്. നിങ്ങളൊരു സീറ്റ് പറയാൻ പറഞ്ഞു. ഇവരെന്താണ് ഇവരുടെ മനസ്സിലെന്നറിയണല്ലോ. മുമ്പ് റെഡിയായിരുന്നു. ഇപ്പം പറ എനിക്ക് സീറ്റ് തരും. ഏതായാലും താൽക്കാലികമായി കളത്തിന് പുറത്തായതോടെ അൻവർ അനുഭാവികളുടെ വോട്ടുകൾ എങ്ങോട്ട് പോകുമെന്ന ആശങ്കയിലാണ് ഇരു മുന്നണികളും. അമൃത ന്യൂസ്, മലപ്പുറം. പ്രചാരണത്തിനായി എം സ്വരാജ് നിലമ്പൂരിലെത്തി. വമ്പിച്ച സ്വീകരണത്തോടെയാണ് പ്രവർത്തകർ സ്വരാജിനെ വരവേറ്റത്. അതേസമയം UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് അല്പസമയത്തിനകം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. വിവരങ്ങൾ നൽകാൻ മലപ്പുറത്തു നിന്നും TK അരവിന്ദനുണ്ട്. അരവിന്ദൻ, വമ്പിച്ച സ്വീകരണത്തോടെയാണ് ഇന്നിപ്പോൾ സ്വരാജിനെ നിലമ്പൂർ വരവേറ്റത്. എം സ്വരാജിന്റെ റോഡ് ഷോ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകും. ഒപ്പം UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് അല്പസമയത്തിനകം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമല്ലോ. ഇരു മുന്നണികളും ആവേശത്തിലാണല്ലോ അരവിന്ദൻ. അശ്വതി, തീർച്ചയായും നിലമ്പൂരിലെ പോരാട്ടം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു തെളിവാണ് ഇന്നത്തെ എം സ്വരാജിന് ലഭിച്ച സ്വീകരണം. നമുക്കറിയാം, രാഷ്ട്രീയ പോരാട്ടത്തിനാണ് നിലമ്പൂരിൽ വേദിയൊരുങ്ങിയിരിക്കുന്നത്. കുഞ്ഞാലിയുടെ മണ്ണ്, കുഞ്ഞാലിയുടെ രക്തം വീണ് ചുവന്ന മണ്ണിൽ ഇത്തവണ പതിറ്റാണ്ടിന് ശേഷം സ്വന്തം ചിഹ്നത്തിൽ, പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ അവസരം ലഭിച്ച CPM പ്രവർത്തകർ അതിൻ്റെ ആവേശം തീർച്ചയായും പ്രകടിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ എം സ്വരാജ് മണിക്കൂറുകൾ നീണ്ട പ്രചരണത്തിന് ശേഷം, റോഡ് ഷോയ്ക്ക് ശേഷമാണ് നിലമ്പൂരിൽ എത്തിയത്. എന്തായാലും വലിയ സ്വീകരണം പ്രവർത്തകർ നൽകി കഴിഞ്ഞു. ഇനി ഉച്ചയ്ക്ക് ശേഷം 2:30 റോഡ് ഷോ ഉണ്ട്. ആ റോഡ് ഷോയിലും ഇത്തരത്തിൽ വലിയ തോതിൽ ജനപങ്കാളിത്തം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റൊരു കാര്യം, ആര്യാടൻ ഷൗക്കത്തിന് നാമനിർദ്ദേശ പത്രിക കൊടുക്കാനായി നിലമ്പൂരിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. എനിക്ക് പിന്നിൽ കാണുന്ന താലൂക്ക് ഓഫീസിലാണ് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നത്. ഉപവരണാധികാരിയും തഹസിൽദാരുമായ M സിന്ധുവിനാണ് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക കൊടുക്കുക. ഇപ്പോൾ പ്രവർത്തകരെല്ലാം എത്തിക്കഴിഞ്ഞു. നിലമ്പൂരിൽ നിന്ന് റോഡ് ഷോ ആയിട്ടാണ് ആര്യാടൻ ഷൗക്കത്ത് ഇങ്ങോട്ടേക്ക് വരുന്നത്. അതും 1 മണിക്കൂറോളമായി ആര്യാടൻ ഷൗക്കത്തിൻ്റെ റോഡ് ഷോ ആരംഭിച്ചിട്ട് ഇതുവരെയും ഇവിടെ എത്തിയിട്ടില്ല. അല്പസമയത്തിനകം നാമനിർദ്ദേശ പത്രിക കൊടുക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുമെന്നതിൻ്റെ തെളിവാണ് ഇന്ന് ഇരു മുന്നണികളും കണ്ട ആവേശം. എന്തായാലും NDA സ്ഥാനാർത്ഥിയും ഉണ്ടാകുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. നാളെ NDAയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും നിലമ്പൂർ മഴ മാറി പോരാട്ട ചൂടിലേക്ക് ഉണർന്നു കഴിഞ്ഞു. അശ്വതി, അതുതന്നെയാണ് ഇരു മുന്നണികളും ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. വമ്പിച്ച സ്വീകരണത്തോടെയാണ് പ്രവർത്തകർ ഇന്നിപ്പോൾ എം സ്വരാജിനെ വരവേറ്റത്. UDF സ്ഥാനാർത്ഥി അല്പസമയത്തിനകം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. വിവരങ്ങളാണ് TK അരവിന്ദൻ മലപ്പുറത്ത് നിന്നും നൽകിയത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ വെല്ലുവിളിച്ച് MLA സ്ഥാനം രാജിവെച്ച് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുക്കിയ PV അൻവറിന് അപ്രതീക്ഷിത തിരിച്ചടിയാണ് മുന്നണി രാഷ്ട്രീയത്തിൽ സംഭവിച്ചിട്ടുള്ളത്. തന്റെ രാഷ്ട്രീയ ഭാവി എങ്ങോട്ടെന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനാകാത്ത അൻവർ നിലമ്പൂരിലെ മണ്ണിൽ കെട്ടടങ്ങുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഒരിക്കൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തനും കണ്ണിലുണ്ണിയും സൈബറിടങ്ങളിൽ സർക്കാരിനെ സംരക്ഷിക്കാൻ മുണ്ടുമടക്കി മുന്നിട്ടിറങ്ങിയിരുന്ന പോരാളി, പ്രതിപക്ഷ നേതാവിനെതിരെ നിയമസഭയിൽ കോടികളുടെ അഴിമതി ആരോപണം ഉന്നയിച്ച് ഭരണമുന്നണിയുടെ കയ്യടി നേടി. ഒടുവിൽ സ്വന്തം പാളയത്തെ ഞെട്ടിച്ചുകൊണ്ട് ആഭ്യന്തര വകുപ്പിനെ വെല്ലുവിളിക്കാൻ കാട്ടിയ ധൈര്യം, പാർട്ടിയിൽ തന്നെ ചിലരുടെ പിന്തുണയിൽ ആരോപണങ്ങൾ പരസ്യമാക്കിയ അൻവർ ഒടുവിൽ മുഖ്യമന്ത്രിയും തള്ളിപ്പറഞ്ഞതോടെ പിണറായിസത്തെ വെല്ലുവിളിച്ച് മുന്നണി ബന്ധം പൊട്ടിച്ച് പുറത്തേക്ക് കടന്നു. MLA സ്ഥാനം രാജിവെച്ച് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുക്കിയ അൻവർ പ്രതിപക്ഷ നേതാവിനോട് പരസ്യമായി മാപ്പ് പറഞ്ഞാണ് UDFിലേക്ക് ചേക്കേറാൻ ശ്രമം നടത്തിയത്. പക്ഷെ അൻവറിനെ ഇരു കൈയും നീട്ടി ഉടനടി അങ്ങ് സ്വീകരിക്കാൻ ഒരുക്കമല്ലാതിരുന്ന UDF തുടർ നീക്കങ്ങൾ നിരീക്ഷിക്കുകയായിരുന്നു. കാത്തിരുന്ന മടുത്ത അൻവർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ ആവനാഴിയിലെ ആയുധങ്ങൾ ഓരോന്നായി പുറത്തെടുത്ു. നിലമ്പൂരിലെ സുൽത്താൻ എന്ന അനുയായികൾ ആർത്തു വിളിക്കുമ്പോൾ ആവേശഭരിതനായ അൻവർ മണ്ഡലത്തിലെ തന്റെ സ്വാധീനം മുൻനിർത്തിയാണ് ഇരു മുന്നണികളെയും വെല്ലുവിളിച്ചത്. UDFിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ തള്ളിപ്പറഞ്ഞ് പ്രതിപക്ഷ നേതാവിനോട് ഏറ്റുമുട്ടാൻ തുടങ്ങിയതോടെ കരുനീക്കങ്ങൾ പിഴച്ചു. ഒരേ സമയം പിണറായിസത്തെയും സതീശനസത്തെയും വെല്ലുവിളിക്കാൻ നിർബന്ധിതനായ അൻവർ നിർണായക ഘട്ടത്തിൽ തന്റെ രാഷ്ട്രീയ ലക്ഷ്യം എന്തെന്ന് പോലും മറക്കുകയാണ്. ഒറ്റയ്ക്ക് മത്സരിക്കാൻ തുനിഞ്ഞിറങ്ങി അവസാനം വരെയും UDFിനെ ഭീഷണിപ്പെടുത്തിയ അൻവർ CPM തുറുപ്പുചീട്ടിറക്കിയതോടെ നിലയില്ലാ കയത്തിൽപ്പെട്ടു. മുട്ടുമടക്കി UDFിലേക്കുമില്ല, മത്സരിക്കാൻ പണവുമില്ല എന്ന് പറയുന്ന അൻവർ ഇത് തന്നെയാണോ അവസാന നിലപാടെന്ന് വ്യക്തമാക്കുന്നുമില്ല. അൻവർ ഘടകം ഒരു പോറലും ഏൽപ്പിക്കില്ല എന്ന് ഇടതു വലതു മുന്നണികൾ ആത്മവിശ്വാസം കാട്ടുമ്പോഴും മുറിവേറ്റ മൂർഖനായ നിലമ്പൂർ സുൽത്താന്റെ തുടർ നീക്കങ്ങൾക്ക് രാഷ്ട്രീയ പ്രാധാന്യമേറുകയാണ്. അൻഫിലി ഡിസൂസ, അമൃത ന്യൂസ്. LDFിനെ പിഴുതെറിയാൻ സഹായിക്കുന്ന എല്ലാവരും UDFിന് ആവശ്യമാണെന്നും
UDF-ൽ എടുക്കുന്ന തീരുമാനമെല്ലാം കൂട്ടായ തീരുമാനമെന്നും KC വേണുഗോപാൽ. ഏതെങ്കിലും ഒരു നേതാവിന് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാനാകില്ല. പിണറായി സർക്കാരിനെതിരായ ജനവികാരം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാനുള്ള നടപടി അൻവർ സ്വീകരിക്കണമെന്നും KC കൊല്ലത്ത് പ്രതികരിച്ചു. ഇവിടെയാണ് ചർച്ചകളെല്ലാം നടക്കുന്നത്. ഇവിടുത്തെ നേതാക്കന്മാരെല്ലാവരും കൂടെ പരസ്പരം കൂടിയാലോചിച്ച് ഏതെങ്കിലും ഒരു നേതാവ് ഇനി ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. UDF-ൽ എടുക്കുന്ന തീരുമാനം എല്ലാം കൂട്ടായ തീരുമാനങ്ങളാണ്. കോൺഗ്രസ്സിലും അങ്ങനെ തന്നെയാണ്. കോൺഗ്രസ്സിലിപ്പോൾ വർത്തമാനകാലത്ത് എല്ലാ നേതാക്കന്മാരും കൂടിയാലോചിച്ചിട്ട് മാത്രമാണ് തീരുമാനം. ഏതെങ്കിലും ഒരു നേതാവ് ഒറ്റയ്ക്കെടുക്കുന്ന തീരുമാനങ്ങളായിട്ടല്ല. എനിക്ക് പറയാനുള്ളത്, ശ്രീ അൻവറിനോടൊപ്പമുള്ള ആളോട് എനിക്ക് പറയാനുള്ളത്, അദ്ദേഹം ഉയർത്തിയിരിക്കുന്ന ഈ പിണറായി സർക്കാരിനെതിരായിട്ടുള്ള വലിയ ജനവികാരം പ്രതിഫലിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരവസരമായി നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ അദ്ദേഹം കണ്ട് അതിനകത്ത് അനുസരിച്ച നടപടി സ്വീകരിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അൻവർ CPM-നെതിരെ ശക്തമായ നിലപാടെടുത്ത വ്യക്തിയായതിനാൽ അദ്ദേഹത്തെ ചേർത്ത് നിർത്തണമെന്ന് തന്നെയാണ് UDF നിലപാടെന്ന് രമേശ് ചെന്നിത്തല. VD സതീശന്റെയും നിലപാട് അതുതന്നെയാണ്. UDF തീരുമാനം കൺവീനർ അൻവറിനെ അറിയിച്ചതായാണ് വിവരം. UDF-നെ അൻവർ അംഗീകരിക്കണമെന്നും അൻവറിനെ ആരും അവഗണിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. പിണറായി സത്തെ തകർക്കാനുള്ള ശ്രമം വേണം, ഇതാണ് അൻവർ മുന്നോട്ട് വയ്ക്കുന്നത്. ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും അതിനുശേഷം വ്യക്തത വരുമെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. തീർച്ചയായിട്ടും പിണറായിക്കെതിരെയും ഇടതുമുന്നണിക്കെതിരെയും പോരാടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തെ കൂട്ടി നിർത്തണമെന്ന് തന്നെയാണ് UDF-ലെ എല്ലാ നേതാക്കന്മാരുടെയും അഭിപ്രായം. അതിലൊന്നും വ്യത്യാസവുമില്ല. പക്ഷേ UDF-ൻ്റെ പ്രവർത്തനവുമായി അദ്ദേഹം ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കാനുള്ളൊരു അവസരം ഉണ്ടാകണം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, അദ്ദേഹം UDF തീരുമാനത്തെ അംഗീകരിക്കുകയും മറ്റു കാര്യങ്ങൾ UDF-ൽ പറയുകയും ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു രീതി സ്വീകരിക്കണം എന്നുള്ളത് തന്നെയാണ്. ഇന്നലെ സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ജനങ്ങൾ വലിയ ആവേശത്തിലാണെന്ന് മന്ത്രി P. രാജീവ്. നിലമ്പൂർ ആഗ്രഹിച്ച സ്ഥാനാർത്ഥിയാണ് സ്വരാജ് എന്നും മികച്ച വിജയം നേടുമെന്നും P. രാജീവ് പറഞ്ഞു. അൻവർ കറിവേപ്പില എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഓരോരുത്തർക്കും വിലയിരുത്താമെന്നും കൂടെ നിന്ന സമയത്ത് നന്നായി സംരക്ഷിച്ചുവെന്നും P. രാജീവ് പറഞ്ഞു. നോക്കുമ്പോൾ നിലമ്പൂർ ജനങ്ങളാകെ വലിയ ആവേശത്തോടുകൂടി സ്വരാജിനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരാഗ്രഹിച്ച ഒരു സ്ഥാനാർത്ഥി അവർക്ക് ലഭിച്ചിരിക്കുന്നു. നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നിലപാടുകളിൽ നല്ല കൃത്യതയുള്ള, മറ്റൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചകളും ചെയ്യാതെ നാടിൻ്റെയും മതനിരപേക്ഷ താല്പര്യവും വികസന താല്പര്യവും സംരക്ഷിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെയാണ് ലഭിച്ചിട്ടുള്ളതെന്ന അഭിമാനം അവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും മുഖഭാവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. കെട്ടുപോയ ചൂട്ടാണ് PV അൻവർ എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കമ്പുകൊണ്ട് പോലും തൊടാൻ പറ്റാത്ത ആളാണ് അൻവർ എന്ന് CK ചന്ദ്രപ്പൻ നേരത്തെ പറഞ്ഞിരുന്നു. അതുതന്നെയാണ് തനിക്കും പറയാനുള്ളതെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. അൻവറിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നന്നായി അറിയാം. നിലമ്പൂരിൽ BJP മത്സരിച്ചാലും ഇല്ലെങ്കിലും അത് UDF-നെ സഹായിക്കാനാണ്. BJP-യുമായി കോൺഗ്രസ് കേരളത്തിലും കൈകോർക്കുന്നു. അതിന്റെ തഴമ്പ് കോൺഗ്രസിന്റെ കൈപ്പത്തിയിലുണ്ടെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. അതിന് കെട്ടുപോയ ചൂട്ടുകെട്ടാണ്, കെട്ട് കഴിഞ്ഞിരിക്കുന്നു. അത് നിങ്ങൾ കുറേ പേര് ഇങ്ങനെ പറഞ്ഞ് ജീവൻ കിടക്കുന്നൊക്കെ അല്ലേ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടിക്ക് നല്ലവണ്ണം അറിയാൻ അൻവറിനെ. പാർട്ടിയുടെ സെക്രട്ടറിയായ ചന്ദ്രപ്പൻ, നിങ്ങളുടെ നേതാവ് ഒരിക്കൽ പറഞ്ഞു, കമ്മ്യൂണിസ്റ്റുകാർക്ക് കമ്പ് കൊണ്ട് പോലും, ഇത് പറഞ്ഞ വാക്കിയതാണ്, കമ്പ് കൊണ്ട് പോലും തൊടാൻ കൊള്ളാത്ത ആളാണ് അൻവർ എന്ന് പറഞ്ഞ ചന്ദ്രപ്പൻ്റെ വാക്ക് ഞാൻ ആവർത്തിക്കുന്നു. ഇനി മഴയുമായി ബന്ധപ്പെട്ട വാർത്തകൾ നോക്കാം. മധ്യ കേരളത്തിൽ മഴ കനക്കുന്നു. എറണാകുളത്തും ആലപ്പുഴയിലും ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. കോട്ടയം നഗരത്തിന്റെ പല ഭാഗത്തും വെള്ളം കയറി. എല്ലാ ജില്ലകളിലും നിരവധി ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തനം ആരംഭിച്ചത്. കൊച്ചിയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി മുതൽ എറണാകുളം ജില്ലയിൽ തുടരുന്ന മഴയ്ക്ക് നേരിയ ശമനം. ജില്ലയിലെ പല ഭാഗത്തും വെള്ളം കയറുന്നതിന്റെ ആശങ്കയിലാണ് ജനങ്ങൾ. തീരദേശ മേഖലകളിലടക്കം കടലേറ്റം രൂക്ഷമാകുന്ന സാഹചര്യവുമുണ്ട്. കോട്ടയം ജില്ലയിൽ ശക്തമായ മഴയെ തുടർന്ന് നഗരത്തിന്റെ പല ഭാഗത്തും വെള്ളം കയറി. ഇവിടങ്ങളിലുള്ള നിരവധി കുടുംബങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറി. നിലവിൽ കോട്ടയം ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന ക്യാമ്പുകളുടെ എണ്ണം 45ആയി. ആലപ്പുഴയിലും ശക്തമായ മഴയാണ് രേഖപ്പെടുത്തുന്നത്. അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാനപാതയിൽ നെടുമ്പ്രം റോഡിൽ വെള്ളം കയറിയതിനാൽ KSRTC ബസ്സുകളുടെ സർവീസ് താൽക്കാലികമായി നിർത്തിവെച്ചു.
ഹരിപ്പാട് കുരിയത്തറ കുന്നുഭാഗത്ത് ഇന്നലെ രാത്രിയിൽ മീൻ പിടിക്കാൻ പോയ യുവാവ് വള്ളം മറിഞ്ഞ് മുങ്ങി മരിച്ചു. ഹരിപ്പാട് സ്വദേശി സ്റ്റീവ് എന്നയാളാണ് മരണപ്പെട്ടത്. ഇടുക്കിയിലും ശക്തമായ മഴയാണ് രേഖപ്പെടുത്തുന്നത്. 14 ക്യാമ്പുകളാണ് ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. താഴ്ന്ന പ്രദേശങ്ങളിലും മലയോര മേഖലകളിലും വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യമാണുള്ളത്. അമൃത ന്യൂസ്, കൊച്ചി. മഴ ശക്തമായതോടെ അപ്പർ കുട്ടനാട്ടിലെ വിവിധ പഞ്ചായത്തുകൾ വെള്ളത്തിലാണ്. കിഴക്കൻ വെള്ളത്തിന്റെ വരവ് കൂടുതൽ പ്രദേശങ്ങളിൽ വെള്ളം ഉയരുവാൻ കാരണമായിട്ടുണ്ട്. അതേസമയം തോട്ടപ്പള്ളി പൊഴി മുറിച്ചത് വെള്ളം ഇറങ്ങുന്നതിന് നേരിയ ആശ്വാസം പകരുന്നുമുണ്ട്. ആലപ്പുഴയിൽ നിന്നും അജയ്നാഥ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ആലപ്പുഴയിൽ ഇന്നും മഴ ശക്തമായി തന്നെ തുടർന്നതോടെ കുട്ടനാട്, അപ്പർ കുട്ടനാട് ഭാഗങ്ങളെല്ലാം തന്നെ പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാകുന്ന സാഹചര്യമാണുള്ളത്. പല റോഡുകൾ ഉൾപ്പെടെ, തീരദേശ റോഡുകൾ ഉൾപ്പെടെ എല്ലാം വെള്ളത്തിനടിയിലാകുന്ന സാഹചര്യമുണ്ട്. എങ്കിലും പൊഴി മുറിച്ചത് ചെറിയ ആശ്വാസമാണ് ഇപ്പോൾ നൽകുന്നത്. എന്തായാലും പൊഴി മുറിച്ചതുമായി ബന്ധപ്പെട്ട ചെറിയ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. പൊഴി മുറിച്ചിട്ടുള്ളതും കൃത്യമായിട്ടുള്ള ഒരു ശാസ്ത്രീയമായ രീതിയിലല്ല എന്നൊരു ആക്ഷേപമാണ് ഇപ്പോൾ വരുന്നത്. എന്തായാലും പൊഴി മുറിച്ചതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു ഈ പൊഴിക്ക് ഇല്ല എന്നുള്ളത് ഒരു വലിയ വിഷയമായി തന്നെ നിൽക്കുന്നു. ഈ കാലവർഷം കൂടുതൽ കനത്തോടുകൂടി തന്നെ കിഴക്കൻ വെള്ളത്തിൻ്റെ കൂടെ വരവാണ് ഇത്തരത്തിലേക്ക് വെള്ളപ്പൊക്കത്തിന് കൂടുതൽ വെള്ളപ്പൊക്കത്തിലേക്ക് ആലപ്പുഴ ജില്ലയെ മാറ്റുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും പൊഴി മുറിക്കുന്നതോടുകൂടി തന്നെ കൂടുതൽ വെള്ളം ഒഴുകിപ്പോകുന്ന സാഹചര്യമുണ്ടാവും. ഇന്നലെ പി പ്രസാദിൻ്റെ നേതൃത്വത്തിൽ ചേർന്ന കളക്ടറുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ഏകദേശം 15ഓളം മണ്ണുമാന്തി യന്ത്രങ്ങൾ കൂടി കൊണ്ടുവന്നാണ് പൊഴി കൂടുതൽ വലുതാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അങ്ങനെ വലുതാക്കുമ്പോൾ പോലും വെള്ളത്തിൻ്റെ ഒഴുക്ക് ഒരു ക്രമാനുഗതമായി ഒരു വലിയ ഒരു ശക്തിയോടുകൂടി തന്നെ ഒഴുക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു ആശങ്കയും ഇപ്പോഴുണ്ട്. അതായത് കൃത്യമായ ഒരു ആഴം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല. പൊഴിക്ക് ആഴമില്ല, അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ഒഴുക്ക് ആ രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ജില്ലയിൽ ശക്തമായ മഴ. ആലപ്പുഴയിൽ നിന്നും അജയ്നാഥ് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് പ്രേക്ഷകർ കണ്ടത്. മഴയുമായി ബന്ധപ്പെട്ട കൂടുതൽ റിപ്പോർട്ടുകൾ നോക്കാം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും അതിതീവ്ര മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ കാര്യത്തിൽ നേരിയ ആശ്വാസം. കാണാതായ 2 ബോട്ടുകളിൽ ഒരെണ്ണം കണ്ടെത്തി. രണ്ടാമത്തെ ബോട്ടിനായി തിരച്ചിൽ തുടരും. വിഴിഞ്ഞം തീരത്ത് നിന്നും പുറപ്പെട്ട 2 ബോട്ടുകളിൽ റോബിൻസന്റെ ഉടമസ്ഥതയിലുള്ള ദേവമാതാ ബോട്ടാണ് കന്യാകുമാരി തീരത്ത് നിന്നും കണ്ടെത്തിയത്. യന്ത്ര തകരാർ പരിഹരിച്ച ബോട്ടിൽ ഇന്ധനം കുറവായതിനാൽ കരയിൽ നിന്നും ഇന്ധനവുമായി ബോട്ട് പുറം കടലിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു മറൈൻ ആംബുലൻസ് ഡീസലുമായി പോകും. അതോടൊപ്പം തന്നെ നമ്മുടെ കോസ്റ്റ് ഗാർഡിന്റെ ബോട്ടും ആ ഭാഗത്തേക്ക് പോകും. അതേസമയം ലാസറിന്റെ ഉടമസ്ഥതയിലുള്ള രണ്ടാമത്തെ വള്ളത്തിൽ മത്സ്യബന്ധനത്തിന് പോയ തൊഴിലാളികളെ കുറിച്ച് ഇനിയും വിവരം ലഭിച്ചിട്ടില്ല. ഇന്നലെയല്ല, ഇന്നും വ്യാഴാഴ്ച മെനിഞ്ഞാന്നത്തെ എത്തി വരേണ്ടതായിരുന്നു. ഇന്നലെ രാവിലെ അണച്ചു വരേണ്ടത്, ഇതുവരെ എത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസം മറിഞ്ഞ വള്ളത്തിൽ നിന്നും കാണാതായ സ്റ്റെല്ലസിനായുള്ള തെരച്ചിലും തുടരുകയാണ്. കോസ്റ്റ് ഗാർഡിന്റെയും മത്സ്യത്തൊഴിലാളികളുടെയും നേതൃത്വത്തിലാണ് തെരച്ചിൽ. അതേസമയം വരും മണിക്കൂറുകളിൽ തീവ്രമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. 11 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാവിലെ ഉണ്ടായ ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് പേരൂർക്കട SAP ക്യാമ്പിലുണ്ടായിരുന്ന 3 പോലീസുകാർക്ക് പരിക്കേറ്റു. ഇവരുടെ താമസ സ്ഥലത്തിന് മുകളിലേക്ക് മരം കടപുഴകി വീഴുകയായിരുന്നു. വലിയ തിരമാലകൾ ഉയരാൻ സാധ്യതയുള്ളതിനാൽ കേരള തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പത്തനംതിട്ടയിൽ മഴക്കെടുതി രൂക്ഷം. അപ്പർ കുട്ടനാട് ഉൾപ്പെടെ ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയതോടെ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കി. 31 ക്യാമ്പുകളാണ് ഇതുവരെ തുറന്നത്. തിരുവല്ല അമ്പലപ്പുഴ സംസ്ഥാന പാതയിൽ വെള്ളക്കെട്ടായതോടെ ഗതാഗതം പൂർണ്ണമായും നിലച്ചു. പത്തനംതിട്ട അപ്പർ കുട്ടനാടൻ മേഖലയിൽ ഉൾപ്പെടുന്ന പെരിങ്ങര, നെടുമ്പ്രം, കടപ്ര, നിരണം എന്നീ പഞ്ചായത്തുകളിലെ വിവിധ ഭാഗങ്ങളിലാണ് വെള്ളപ്പൊക്കം വൻ ദുരിതം വിതച്ചിരിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രി മുതൽ പ്രദേശങ്ങളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു തുടങ്ങിയിരുന്നു. മേഖലയിലെ ഏകദേശം 2000-ഓളം വീടുകൾ വെള്ളത്താൽ ചുറ്റപ്പെട്ട നിലയിലാണ്. തിരുവല്ല അമ്പലപ്പുഴ സംസ്ഥാന പാതയിൽ വെള്ളക്കെട്ടായതോടെ ഗതാഗതം പൂർണ്ണമായും മുടങ്ങി. KSRTC അടക്കം ബസ് സർവീസുകൾ നിർത്തിവെച്ചു. നിലവിൽ അമ്പലപ്പുഴയിൽ നിന്ന് എടത്വ വരെയും തിരുവല്ലയിൽ നിന്ന് പൊടിയാടി വരെയുമാണ് KSRTC സർവീസ് നടത്തുന്നത്. നെടുമ്പ്രം അന്തിച്ചന്ത മുതൽ മണക്കാശുപത്രിപ്പടി വരെയുള്ള 1 കിലോമീറ്റർ ഭാഗത്ത് രൂപപ്പെട്ട വെള്ളക്കെട്ടും കുത്തൊഴുക്കുമാണ് ഗതാഗതം മുടങ്ങാൻ ഇടയാക്കിയത്. ഇന്നലെ വൈകുന്നേരത്തോടെ തന്നെ പമ്പ, മണിമല എന്നീ നദികൾ ചേർന്നൊഴുകുന്ന ഭാഗത്തു നിന്നും റോഡിലേക്ക് വെള്ളം ഇരച്ചെത്തി തുടങ്ങിയിരുന്നു. മേഖലയിൽ വ്യാപകമായി കൃഷി നശിച്ചിട്ടുണ്ട്. വെള്ളം ഇറങ്ങിയതിനു ശേഷം മാത്രമേ ഇത് സംബന്ധിച്ച വ്യക്തമായ കണക്കെടുപ്പ് നടത്താൻ കഴിയൂ. ജില്ലയിൽ ഇതുവരെ 31 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നപ്പോൾ അതിൽ 19 എണ്ണവും തിരുവല്ലയിലാണ്. കോഴഞ്ചേരി താലൂക്കിൽ 6 ക്യാമ്പുകളും മല്ലപ്പള്ളിയിൽ 4-ഉം കോന്നിയിലും അടൂരും ഓരോ ക്യാമ്പ് വീതവും തുറന്നു. വനമേഖലയിൽ തുടരുന്ന മഴയാണ്
താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാൻ ഇടയാക്കുന്നത്. അമൃത ന്യൂസ്, പത്തനംതിട്ട. വടക്കൻ കേരളത്തിലും മഴ തുടരുന്നു. കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിൽ റെഡ് അലർട്ടാണ്. മലയോര മേഖലകളിൽ അതീവ ജാഗ്രത തുടരുകയാണ്. കണ്ണൂരും കാസർഗോഡും ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ തീരദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം കാണാതായ മുതിയങ്ങയിലെ വിനോദ് ഭവനിൽ നളിനിയുടെ മൃതദേഹം കണ്ടെത്തി. കഴിഞ്ഞ ഒരാഴ്ചയായി വടക്കൻ ജില്ലകളിൽ മഴ ശക്തമാണ്. കനത്ത മഴയിലും ശക്തമായ കാറ്റിലും വടക്കൻ ജില്ലയിലെ പലയിടങ്ങളിലും ഇതിനോടകം നിരവധി നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കോഴിക്കോട് ദുരിതാശ്വാസ ക്യാമ്പിൽ 43 കുടുംബങ്ങളിൽ നിന്നായി 130 പേരാണ് നിലവിലുള്ളത്. കണ്ണൂർ ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ടും ദുരിതവും തുടരുകയാണ്. ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി 70ഓളം കുടുംബങ്ങളെ ഇന്നലെ മാറ്റിപ്പാർപ്പിച്ചു. ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ തീരദേശ മേഖലയിലുള്ളവരോട് പ്രത്യേക ജാഗ്രത പുലർത്താൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിട്ടുണ്ട്. മലയോര മേഖലയിലുള്ളവരോടും രാത്രികാല യാത്ര ഉൾപ്പെടെ ഒഴിവാക്കാനാണ് നിർദ്ദേശം. വരും മണിക്കൂറുകളിൽ മഴ ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ വേണ്ട മുൻകരുതലെടുക്കാനാണ് ജില്ലാ ഭരണകൂടങ്ങൾക്ക് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അമൃത ന്യൂസ്, കോഴിക്കോട്. സംസ്ഥാനത്ത് സ്കൂൾ തുറക്കുന്നത് ജൂൺ 2 തന്നെയെന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇന്നും നാളെയും കാലാവസ്ഥ നോക്കിയതിനു ശേഷം മുഖ്യമന്ത്രിയുമായി കൂടി ആലോചിച്ച് ദിവസത്തിൽ മാറ്റം വേണോ എന്ന കാര്യം തീരുമാനിക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. 14,000 സ്കൂൾ കെട്ടിടങ്ങൾ ഉണ്ടായിട്ട് കാറ്റിൽ ഒരു സ്കൂൾ കെട്ടിടത്തിന് പോലും തകരാറുണ്ടായിട്ടില്ല. അടിസ്ഥാന വികസന സൗകര്യത്തിനു വേണ്ടി കഴിഞ്ഞ നാളുകളിൽ ചിലവഴിച്ച 5,000 കോടി രൂപ ഫലം കണ്ടതായും മന്ത്രി പറഞ്ഞു. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഓപ്പറേഷൻ ഷീൽഡ് എന്ന പേരിൽ ഇന്ന് സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കും. ജമ്മുകശ്മീർ, പഞ്ചാബ്, ഹരിയാന, ഗുജറാത്ത്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ വൈകിട്ട് 5 മണിക്ക് മോക്ക് ഡ്രിൽ ഉണ്ടാകും. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫയർ സർവീസസ് ആൻഡ് ഹോം ഗാർഡ്സിന്റെ നിർദ്ദേശപ്രകാരമാണ് പരിശീലനം. യുദ്ധ സാഹചര്യത്തിൽ എങ്ങനെ പ്രതികരിക്കണമെന്നും പ്രവർത്തിക്കണമെന്നും പൊതുജനങ്ങളെ പരിശീലിപ്പിക്കുകയാണ് മോക്ക് ഡ്രില്ലിന്റെ ലക്ഷ്യം. പാകിസ്ഥാൻ ക്രിക്കറ്റർ ഷഹിദ് അഫ്രീദിക്ക് ദുബായിൽ കുസാറ്റ് പൂർവ്വ വിദ്യാർത്ഥി സംഘടന നൽകിയ സ്വീകരണം വിവാദത്തിൽ കോളേജ് അലൂമിനി സംഘടിപ്പിച്ച ഓർമ്മച്ചുവടുകൾ എന്ന പരിപാടിയിലാണ് ഷഹീദ് അഫ്രീദിയും ഒമർ ഗുലുവും അതിഥികളായി എത്തിയത്. ഈ മാസം 25-നാണ് പരിപാടി നടന്നത്. പ്രോഗ്രാം നടന്നത് ദുബായിലെ പാകിസ്ഥാൻ അസോസിയേഷൻ ഹാളിൽ ആണെന്നത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. പരിപാടിയുടെ ഭാഗമായി നടന്ന ചെണ്ടമേളം നിർത്തിവെച്ചാണ് അഫ്രീദിയെ സ്റ്റേജിലേക്ക് ആനയിച്ചത്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷവും ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യത്തെക്കുറിച്ചുമൊക്കെ പ്രകോപനകരവും ഇന്ത്യ വിരുദ്ധമായ പ്രസ്താവനകൾ ഷഹീദ് അഫ്രീദി നടത്തിയിരുന്നു. ഒരു പശ്ചാത്തലത്തിൽ കേരളത്തിലെ പ്രമുഖ കോളേജിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഇങ്ങനെയൊരു പരിപാടി നടത്തിയത് അംഗീകരിക്കാനാകില്ലെന്ന വിമർശനവും ഉയരുന്നുണ്ട്. മുൻ മാനേജറെ മർദ്ദിച്ചെന്ന കേസിൽ നടൻ ഉണ്ണി മുകുന്ദന്റെ മുൻകൂർ ജാമ്യ ഹർജി എറണാകുളം ജില്ലാ കോടതി തീർപ്പാക്കി. ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളതെന്ന് പോലീസ് അറിയിച്ചു. പോലീസിന് അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്നും കോടതി വ്യക്തമാക്കി. നേരത്തെ കേസിൽ ഗൂഢാലോചന ആരോപിച്ച് നടൻ ഉണ്ണി മുകുന്ദൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നു. DGPക്കും ക്രമസമാധാന ചുമതലയുള്ള ADGPക്കുമാണ് നടൻ പരാതി നൽകിയത്. മുൻ മാനേജർ വിപിനാണ് ഉണ്ണി മുകുന്ദൻ മർദ്ദിച്ചുവെന്നാരോപിച്ച് പോലീസിൽ പരാതി നൽകിയത്. കാസർഗോഡ് തൃക്കരിപ്പൂർ മാണിയാട്ട് വീടിന്റെ വാതിൽ തകർത്ത് 22 പവൻ സ്വർണ്ണാഭരണം കവർച്ച ചെയ്തു. മാണിയാട്ട് ബാങ്കിന് സമീപത്തെ K സിദ്ദിഖിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. വീട് പൂട്ടി കുടുംബാംഗങ്ങൾ ഷോപ്പിങ്ങിന് പോയി തിരിച്ചെത്തിയപ്പോഴാണ് കവർച്ച നടന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. സ്വർണ്ണവളകൾ ഉൾപ്പെടെ 15 ലക്ഷം രൂപയുടെ ആഭരണങ്ങൾ നഷ്ടമായി. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. ചന്ദേര പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഡോഗ് സ്ക്വാഡും വിരൽ അടയാള വിദഗ്ധരും വീട്ടിലെത്തി പരിശോധന നടത്തി. കോഴിക്കോട് കോർപ്പറേഷനെതിരെ അഴിമതി ആരോപണവുമായി UDF. അഴിമതിക്കാരെയും കൊള്ളക്കാരെയും തൂത്തെറിയുക എന്ന മുദ്രാവാക്യമുയർത്തി UDF കോർപ്പറേഷൻ ഓഫീസ് ഉപരോധിച്ചു. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉപരോധം ഉദ്ഘാടനം ചെയ്തു. അതേസമയം UDFന്റെ ആരോപണത്തിൽ കഴമ്പില്ല എന്നാണ് കോർപ്പറേഷൻ ഭരണസമിതിയുടെ വാദം. കോർപ്പറേഷന്റെ കെട്ടിട നവീകരണത്തിൽ അഴിമതി നടന്നെന്നാണ് UDFന്റെ പ്രധാന ആരോപണം. 19 കോടി നവീകരണ പ്രവർത്തനങ്ങൾക്ക് ചിലവായി എന്നുള്ളത് വിശ്വസനീയമല്ലെന്നാരോപിച്ച UDF അഴിമതിക്കാരെയും കൊള്ളക്കാരെയും തൂത്തെറിയുക എന്ന മുദ്രാവാക്യമുയർത്തിയാണ് കോർപ്പറേഷൻ ഓഫീസ് ഉപരോധിച്ചത്. രാവിലെ 8 മണിക്ക് ആരംഭിച്ച ഉപരോധം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. അഴിമതിയുടെ കാര്യത്തിൽ കേരളത്തിൽ ഒന്നാമത് കോഴിക്കോട് കോർപ്പറേഷനാണെന്നും കോർപ്പറേഷനിലെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറെ തിരഞ്ഞെത്തിയതുപോലെ മേയറെയും ഡെപ്യൂട്ടി മേയറെയും തിരഞ്ഞ് വിജിലൻസ് ഉടൻ
എത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ കോഴിക്കോട് കോർപ്പറേഷൻ നടക്കുന്ന ഗുരുതരമായ അഴിമതിയുടെ ഒരറ്റം മാത്രമാണ് ദിലീപ് കുമാർ എന്ന സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വിജിലൻസ് അന്വേഷണം മുഴുവൻ. മേയറും ഡെപ്യൂട്ടി മേയറും അടക്കമുള്ള ആളുകളുടെ പേരിൽ വിജിലൻസ് അന്വേഷണം വൈകാതെ വരുമെന്ന് തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതേസമയം UDF പ്രവർത്തകരുടെ ആരോപണത്തിൽ കഴമ്പില്ലെന്നും UDFന്റെ സമരം ആഭാസമായിരുന്നുവെന്നും കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ മുസാഫർ അഹമ്മദ് പറഞ്ഞു. വളരെ മോശമായി പോയി കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ള ഈ സമരാഭാസം. ചില ബോധപൂർവമായി അക്രമം അഴിച്ചുവിടണമെന്ന് ഉദ്ദേശിക്കുന്ന ചില ഗുണ്ടകൾ ഇന്ന് സമരത്തിൽ നേരത്തെ തന്നെ നിലയുറപ്പിച്ചു എന്നുള്ളത് ഇവിടെ കാണാൻ കഴിഞ്ഞു. അപ്പോൾ അവരുടെ നേതൃത്വത്തിലുള്ള ബോധപൂർവമായ ആക്രമണമാണ് കോഫി ഹൗസിന് നേരെ ഉണ്ടായിട്ടുള്ളത്, ജീവനക്കാർക്ക് നേരെ ഉണ്ടായിട്ടുള്ളത്, ജനപ്രതിനിധികളെ തടഞ്ഞത്. ഓഫീസിലെത്തിയ ഉദ്യോഗസ്ഥരെ ഗേറ്റുകൾക്ക് മുമ്പിൽ പ്രവർത്തകർ തടഞ്ഞിരുന്നു. കോഫി ഹൗസിലൂടെ ഉദ്യോഗസ്ഥർ ഓഫീസിലേക്ക് കടക്കാൻ ശ്രമിച്ചെന്നാരോപിച്ച പ്രവർത്തകർ കോഫി ഹൗസിന് മുമ്പിലും പ്രതിഷേധിച്ചു. കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ, KPCC ജനറൽ സെക്രട്ടറി PM നിയാസ്, മുസ്ലിം ലീഗ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് MA റസാഖ് ഉൾപ്പെടെയുള്ളവർ ഉപരോധത്തിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, കോഴിക്കോട്. കായിക വാർത്തകൾ നോക്കാം. UEFA ചാമ്പ്യൻ ലീഗ് ഫൈനലിൽ ഇന്റർ മിലാനും PSG ഏറ്റുമുട്ടും. മ്യൂണിക്കിലെ അലയൻസ് അരീനയിൽ ഇന്ത്യൻ സമയം രാത്രി 12:30 മുതലാണ് മത്സരം. ഫ്രഞ്ച് ലീഗ് ചാമ്പ്യന്മാരായ PSG-യും ഇറ്റാലിയൻ വമ്പന്മാരായ ഇന്റർ മിലാനും തമ്മിലുള്ള ഫൈനലിനായി ഫുട്ബോൾ പ്രേമികളും ആവേശത്തിലാണ്. കന്നിക്കിരീടം ലക്ഷ്യമിട്ടാണ് PSG ഇറങ്ങുക. ഘടനയിൽ മാറ്റം വരുത്തിയ ശേഷമുള്ള ആദ്യ ചാമ്പ്യൻസ് ലീഗിന്റെ വിജയകരമായ പതിപ്പിനാണ് ഇതോടെ പരിസമാപ്തിയാകുന്നത്. ഇതോടെ ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.